ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധയ്ക്ക്, പരീക്ഷ 4 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് പരീക്ഷ വരുന്നത് ഈ ഓഗസ്റ്റ് 5-ലാണ്. അതായത് ഏകദേശം ഒരു മാസം മാത്രമേ ഓഗസ്റ്റ് 5-ന് പരീക്ഷ വരുന്നവർക്ക് പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെയുള്ളത് സെക്കൻഡ് ഫേസ് ആയിട്ട് ഓഗസ്റ്റ് 19, തേർഡ് ഫേസ് സെപ്റ്റംബർ 9, ഫോർത്ത് ഫേസ് സെപ്റ്റംബർ 23. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇത് ഏത് ഘട്ടത്തിലാണ് എൻ്റെ പരീക്ഷ എന്നൊരു ചോദ്യമില്ല. ഓഗസ്റ്റ് 5 മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പരീക്ഷ വരുന്നുള്ളത്. അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടൊക്കെ ഒരു ശരിയായിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ യജ്ഞം എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ ആരംഭിക്കാം. സിലബസ് ഓറിയന്റഡ് ആയിട്ട് SCERT കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ PYQ ഡിസ്കഷൻ, അതുപോലെ മാത്സ് ഡിസ്കഷൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു യജ്ഞം എന്ന് പറയുന്ന കോഴ്സ്. ഈ യജ്ഞം എന്ന് പറയുന്ന കോഴ്സിലൂടെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഓഗസ്റ്റ് 4 വരെ നീളുന്നുണ്ട്. ഇനി ഓഗസ്റ്റ് 4 കഴിഞ്ഞിട്ടുള്ളവർക്കും പരീക്ഷയുള്ളവർക്ക് നമ്മൾ PYQ ഡിസ്കഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ യജ്ഞം എന്ന് പറയുന്ന ഫുൾ റിവിഷൻ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ ഡേ 4 വരെ ആയിട്ടുണ്ട്. ഡേ 1 മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു വിഷയമില്ല. കാരണം ഡേ 1-നകത്ത് എന്തൊക്കെയാണ് ഡേ 1-ൽ പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോസ്, PDF നോട്ട്, അതുപോലെ തന്നെ അന്ന് പഠിച്ചതിന് ശേഷം ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻ, അന്നത്തെ ദിവസം പഠിച്ചിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത് ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് ഓരോ ഡേയിലും നമ്മൾ ചെയ്തു പോകുന്നത്. ഇനി ഏകദേശം നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ജൂലൈ പകുതിയോടെ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് PYQ ഡിസ്കഷൻ, മോഡൽ എക്സാം, സ്പെഷ്യൽ എക്സാംസ് ഒക്കെ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഓരോ ഫോൾഡറിലും ഡേ 1-നകത്ത് വരുന്നത്. താഴോട്ട് ഇനിയുണ്ട് PDF നോട്ട് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാനും സമയം കിട്ടും. അതുപോലെ SCERT-ന്റെയും PDF നോട്ടുകളായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ഇതിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 615 രൂപയാണ്. ഇത് മെയിൻ എക്സാം വരെ ഈ ഒരൊറ്റ ഫീസിലാണ്. അതായത് മെയിൻ എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഫീസിൽ പഠിക്കാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു സംശയമുണ്ട്. പുതിയ ആൾക്കാർക്കാണ് ഈ ഒരു സംശയം ഉണ്ടായത്. 4 ഘട്ട പരീക്ഷ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. 4 ഘട്ട പരീക്ഷ എന്നാൽ മൊത്തത്തിൽ നമ്മൾ എത്ര പേരാണോ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്, ആ അപ്ലൈ ചെയ്ത പരീക്ഷ എന്നുള്ള ആൾക്കാരെ ഡിവൈഡ് ചെയ്യും. ഭാഗിച്ചിട്ട് ഒരു 4 ഘട്ടങ്ങളിലായിട്ട് ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് ഇടും. എന്നിട്ട് ഒരു ഘട്ട പരീക്ഷ എഴുതുന്നവരല്ല രണ്ടാമത്തെ ഘട്ട പരീക്ഷ എഴുതുന്നത്, അവരല്ല മൂന്നാമത്തെ ഘട്ടം എഴുതുന്നത്, അവരല്ല 4ാമത്തെ ഘട്ടം എഴുതുന്നത്. അപ്പോൾ ഓരോ ഘട്ടം പരീക്ഷ എഴുതുന്നത് കുറച്ച് ആൾക്കാരായിരിക്കും. ഇതെല്ലാത്തിൽ നിന്നും കൂടെയാണ് കുറച്ച് ആൾക്കാരെ അടുത്ത ഘട്ട പരീക്ഷ, മെയിൻ പരീക്ഷയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പം അത്ര നല്ല കാര്യമായിട്ട് പഠിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. PYQ ഒക്കെ ഡിസ്കസ് ചെയ്ത് SCERT ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്കൊരു 5-6 മണിക്കൂറൊക്കെ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇനിയും നല്ല സ്കോപ്പുള്ള ഒരു മേഖലയാണ്. ഒരു പോസ്റ്റാണ്. അപ്പോൾ എന്തായാലും പഠിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആപ്പിൻ്റെ പേര് PSC Basics എന്നാണ്. PSC Basics ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിനകത്ത് നിങ്ങൾ കംഫർട്ടബിൾ ആണോ, ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ.